കിരൺ, തകർന്നു വീണത് പാകിസ്ഥാനിൽ പല ഭാഗങ്ങളിലായി തകർന്നു വീണ ആ കേട്ട ശബ്ദം അത് പാകിസ്ഥാന്റെ തന്നെ ആയുധങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇന്ന് ഈ നേരം വരെ ഒരു മറുപടിയും, എന്താണ് സംഭവിച്ചത്, ആരാണ് ആക്രമണം നടത്തിയത്, ഒരു മറുപടിയും ഇല്ലാതിരുന്നത്. അത് പാകിസ്ഥാന്റെ ദുർബുദ്ധി ആയതുകൊണ്ട് തന്നെയാണ്. അതെ, അതുതന്നെയാണ് ഏറ്റവും പ്രധാനം. ലോകമാകമാനം ആകാംക്ഷയോടുകൂടി കാത്തുനിന്നാണ് എന്തുകൊണ്ടാണ് പാകിസ്ഥാനിൽ ഇത്തരത്തിലേക്കുള്ള ആയുധഭാഗങ്ങൾ, യന്ത്രഭാഗങ്ങൾ, വിമാനഭാഗങ്ങളൊക്കെ കണ്ടിട്ടും പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്ന് ഒന്നുമിൽ ഇത് ഇന്ത്യയുടെ വിമാനം തകർത്താണെന്ന് പോലും അത്തരം ദുർബലമായ ഒരു പ്രതികരണം പോലും വരാത്തത് എന്നുള്ളത് ആകാംക്ഷയോടെ കാത്തിരുന്നാണ്. ഇന്ത്യ ഇപ്പോൾ ലോകത്തിന് കൃത്യമായ മറുപടി നൽകുന്നു. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലേക്ക് പാകിസ്ഥാൻ തൊടുത്തുവിട്ട മിസൈലുകൾ, ഡ്രോണുകൾ, അവരുടെ പ്രതിരോധ സംവിധാനം, ഈ മിസൈലുകളും ഡ്രോണുകളും മാത്രമല്ല, പാകിസ്ഥാന്റെ അവർ ലോകപ്രശസ്തമെന്നൊക്കെ വിശ്വസിച്ചിരുന്ന, പാകിസ്ഥാൻ അഭിമാനിച്ചിരുന്ന, അല്ലെങ്കിൽ പാകിസ്ഥാൻ ശക്തിയോടുകൂടി പറഞ്ഞിരുന്ന ചൈനീസ് നിർമ്മിത HQ-9 സംവിധാനമടക്കം പൂർണ്ണമായും തകർത്തിരിക്കുകയാണ്. ലാഹോറിലെ വ്യോമ പ്രതിരോധ മേഖലയാകെ ഇന്ത്യ തകർത്തിരിക്കുകയാണ്. ഇനിയൊരു ആക്രമണത്തിന് പാകിസ്ഥാന്, ഒരു വ്യോമാക്രമണത്തിന് ശേഷിയില്ലാത്ത തരത്തിലേക്ക്, അല്ലെങ്കിൽ വ്യോമാക്രമണത്തെ പൂർണ്ണമായും ദുർബലപ്പെടുത്തുന്ന രീതിയിലേക്ക്, അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കുന്ന തരത്തിലേക്കാണ് ഇന്ത്യയുടെ ഭാഗത്തു നിന്ന് പ്രത്യാക്രമണം ഉണ്ടായിരിക്കുന്നത്. എവിടെയെല്ലാം ഏതെല്ലാം നഗരങ്ങളിലേക്കാണ് പാകിസ്ഥാൻ ആക്രമണം നടത്തിയതെന്ന് ഇന്ത്യ കൃത്യമായി പറയുന്നു. ഇന്നലെ അതിർത്തിയിൽ പൂഞ്ചിലടക്കം പാകിസ്ഥാൻ നിരപരാധികളായ ഇന്ത്യക്കാർക്ക് നേരെ ഗ്രനേഡ് പ്രയോഗിച്ചപ്പോൾ അവിടെയും പാകിസ്ഥാൻ എവിടെയെങ്കിലും തയ്യാറായില്ല, ഞങ്ങളാണിത് പ്രയോഗിച്ചതെന്ന് പറയാൻ തയ്യാറായില്ല, അവകാശവാദം ഉന്നയിക്കാൻ തയ്യാറായില്ല. ഭീകരവാദികളെ ഉപയോഗിച്ചുകൊണ്ട് ഇന്ത്യക്ക് നേരെ ഒളിപ്പോർ നടത്തുമ്പോൾ ഇന്ത്യ അന്തസ്സായി ലോകത്തിന് മുന്നിൽ പറയുന്നു, ഞങ്ങളുടെ ആകാശത്തിനു നേരെ, ഞങ്ങളുടെ മണ്ണിനു നേരെ ഉയർന്നു വന്ന എല്ലാ മിസൈലുകളും പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെ ഞങ്ങളിതാ തകർത്തിരിക്കുന്നുവെന്ന് അഭിമാനപൂർവ്വം ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുകയാണ്. പാകിസ്ഥാൻ എങ്ങനെയൊക്കെ ഇന്ത്യക്ക് നേരെ ആക്രമണം ഉയർത്തുമ്പോഴും അതിനെല്ലാം എങ്ങനെ ഞങ്ങൾ പ്രതിരോധിച്ചു എന്ന് പറയുകയാണ്. ഇതെല്ലാം കൃത്യമായി നടപ്പാക്കിയ ശേഷമാണ് ഇന്ത്യ ലോകത്തോട് വിളിച്ചു പറയുന്നത് എങ്ങനെയാണ് ചൈനീസ് നിർമ്മിത പാകിസ്ഥാന്റെ പ്രതിരോധ സംവിധാനത്തെ, വ്യോമ പ്രതിരോധ സംവിധാനത്തെ അടക്കം എങ്ങനെയാണ് ഇന്ത്യ തകർത്ത് തരിപ്പണമാക്കിയത് എന്ന് കൃത്യമായി തന്നെ പറയുന്നു. അന്തസ്സായി തന്നെ ഇന്ത്യക്ക് നേരെ നടത്തിയ ആക്രമണങ്ങളുടെ പ്രത്യാക്രമണം എങ്ങനെ നടത്തിയെങ്കിലും എവിടെയെല്ലാമാണ് നടത്തിയത്, എപ്പോഴാണ് നടത്തിയത്, എങ്ങനെയാണ് നടത്തിയത്, എന്താണ് ഞങ്ങൾ തകർത്തത്, ഇതെല്ലാം കൃത്യമായി പറഞ്ഞുകൊണ്ടാണ് ഇന്ത്യ ചെയ്യുന്നത്. ഇന്ന കാര്യങ്ങളെല്ലാമാണ് ചെയ്തതെന്ന് പറയുന്നു. പാകിസ്ഥാൻ ഇന്ത്യക്ക് നേരെ തിരിച്ചടി നടത്തുമെന്നൊക്കെ പറയുമ്പോൾ പാകിസ്ഥാൻ ഇന്നലെ ചെയ്തത് അതിർത്തിയിലെ സാധാരണക്കാരായ മനുഷ്യരുടെ നേരെയാണ്. ഇന്ത്യ ഇന്നും ആലോചിക്കണം, ഇന്നും ഈ ആക്രമണങ്ങളെല്ലാം പ്രതിരോധിക്കുമ്പോൾ പോലും പാകിസ്ഥാനിലെ സാധാരണക്കാരായ മനുഷ്യർക്ക് നേരെ ഇന്ത്യ മിസൈലുകൾ തൊടുക്കുന്നില്ല, ഇന്ത്യ ബോംബുകൾ വർഷിക്കുന്നില്ല. ഇന്ത്യ ചെയ്യുന്നത് ആദ്യം പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകര സംഘടനകളുടെ താവളങ്ങളിലേക്ക്, കേന്ദ്രങ്ങളിലേക്ക് കൃത്യമായി തന്നെ മിസൈലുകൾ വർഷിക്കുന്നു, അത് തകർക്കുന്നു. പാകിസ്ഥാനിലെ പ്രധാനപ്പെട്ട ഭീകരവാദികളെ ലോകമന്വേഷിച്ചുകൊണ്ടിരുന്ന കണ്ടഹാർ വിമാന റാഞ്ചലിലടക്കം പ്രതിയായിരിക്കുന്ന 2001-ലെയും 2016-ലെയും പാർലമെന്റ് ആക്രമണത്തിന്റെ മുഖ്യ ആസൂത്രകനെ അടക്കം ഇന്ത്യ കൃത്യമായും മിസൈലിലൂടെ കൊലപ്പെടുത്തുന്നു. അതിനുശേഷം ഇന്ത്യക്ക് നേരെ നടക്കുന്ന എല്ലാ ആക്രമണങ്ങളെയും ഇന്ത്യ കൃത്യമായി തകർക്കുന്നു. ആക്രമണങ്ങളെ തകർക്കുക മാത്രമല്ല, പാകിസ്ഥാന്റെ പ്രതിരോധ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ആകെ കൂടി തകർത്തിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് പാകിസ്ഥാന് ഏതെങ്കിലും തരത്തിൽ ഇതിലൊരു ന്യായീകരണം പോലും പറയാൻ കഴിയാത്ത തരത്തിലേക്ക് മാറിയിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ഈ പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ വിശദീകരണം നൽകാത്തതെന്ന ചോദ്യം പാകിസ്ഥാനുള്ളിൽ നിന്ന് തന്നെയാണ് അതിശക്തമായി ഉയരുന്നത്. ആ ഘട്ടത്തിലാണ് എന്തായാലും നമുക്ക് ഇപ്പോൾ ലഭിക്കുന്ന വിവരങ്ങൾ ഇതാണ്. ദുർബുദ്ധി, പാകിസ്ഥാന്റെ വെറും ദുർബുദ്ധി. ഇന്നലെ ഇന്ത്യ കൃത്യമായി പറഞ്ഞതാണ്, ഞങ്ങൾ ആക്രമിച്ചത് നിങ്ങളുടെ ഭീകരവാദ കേന്ദ്രങ്ങളെ മാത്രമാണ്, ഫോക്കസ്ഡ് ആയി, മെഷേർഡ് ആയി, വളരെ കൃത്യമായി ഞങ്ങൾ ആക്രമിച്ചത് പാകിസ്ഥാനിലെ ഭീകരവാദ കേന്ദ്രങ്ങളെയാണ്, ഭീകരവാദികളെയാണ് ലക്ഷ്യമിട്ടത്. ഇതൊരു നോൺ എസ്കലേറ്റിംഗ്, അതായത് മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങൾ ആഗ്രഹിക്കാത്ത ആക്രമണമാണ് എന്ന് ഇന്ത്യ കൃത്യമായി പറഞ്ഞതാണ്. എന്നിട്ടും ഇന്ന് ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട 15 കേന്ദ്രങ്ങളിലേക്ക് ആക്രമണം നടത്താൻ പാകിസ്ഥാൻ തീരുമാനിച്ചു. പാക് മിസൈലുകൾ അവിടെ നിന്ന് പുറപ്പെട്ടു. ആ പാക് മിസൈലുകളെ ഇന്ത്യൻ വ്യോമ സംവിധാനങ്ങൾ തകർത്തെറിഞ്ഞിരിക്കുന്നു. അതിനുപയോഗിച്ചതാകട്ടെ ഹാർപി ഡ്രോൺസ്. ഹാർപി ഡ്രോൺ എന്ന് പറയുന്നത് ഇന്ത്യൻ വ്യോമസേനയുടെ ഏറ്റവും ശക്തമായ ആയുധങ്ങളിൽ ഒന്നാണ്. ഹാർപി ഡ്രോൺസ് ഉപയോഗിച്ചാണ് ഈ എനിമിയുടെ, ശത്രുവിന്റെ എയർ ഡിഫൻസ് സിസ്റ്റത്തെ ഇന്ത്യ തകർത്തതെന്നാണ് പറയുന്നത്. വെറുതെ വന്ന മിസൈലുകളെ തകർക്കുക മാത്രമല്ല, പാകിസ്ഥാന്റെ വ്യോമ പ്രതിരോധ സംവിധാനത്തെ തന്നെ ഇന്ത്യൻ ശക്തി തകർത്തെറിഞ്ഞിരിക്കുന്നു. അതിന്റെ വിശദാംശങ്ങളാണ് ഇതുവരെ നമ്മളിപ്പോൾ കിരൺ ബാബുവിൽ നിന്ന് കേട്ടതെങ്കിൽ ഇനി എങ്ങനെയാണ് ഈ വ്യോമ പ്രതിരോധ സംവിധാനത്തെ ഇന്ത്യ തകർത്തത്, ഇന്ത്യക്ക് നേരെ വന്ന 15 മിസൈലുകളെ എങ്ങനെ തകർത്തു, വിശദമായി പറയും മിഥുൻ. മിഥുൻ, എന്തായിരുന്നു ഇന്ത്യയുടെ സ്ട്രാറ്റജി?
ശ്രീജ, അതായത് മിസൈൽ നിലം തൊടുന്നതിന് മുമ്പ് തന്നെ തകർത്തെറിയാൻ ഇന്ത്യക്ക് സാധിച്ചിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ്. അതിനുവേണ്ടി ഇന്ത്യ ഉപയോഗിച്ചത് ഹാർപ്പി ഡ്രോൺസും ഒപ്പം തന്നെ അത്യാധുനിക സംവിധാനമായ S-400 വ്യോമ പ്രതിരോധ സംവിധാനം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നീക്കത്തെ പൂർണ്ണമായും ചെറുക്കാൻ ഇന്ത്യക്കായത് എന്നുള്ളത് തന്നെയാണ്. അത് നമ്മുടെ നേട്ടമായി എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അത്തരത്തിൽ ഇന്ത്യ പാകിസ്ഥാനുള്ളിൽ കയറി നിരന്തരം ഇത്തരത്തിൽ ആക്രമണം നടത്തുമ്പോൾ അവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ആക്രമണം അത് ഒരു തരത്തിലും ഇന്ത്യൻ മണ്ണിലേക്ക് തൊടുന്നതിന് മുമ്പ് തന്നെ അത് നമുക്ക് നിർവീര്യമാക്കാൻ സാധിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. S-400 എന്ന് പറയുന്നത് വ്യോമ പ്രതിരോധം ഒരു രാജ്യത്തിന്റെ സൈനിക നിലപാടിന്റെ ഒരു നിർണായക ഘടകമാണ്. അതിനുവേണ്ടി ഉപയോഗിച്ചത് ഈ വ്യോമ ഭീഷണികളിൽ നിന്ന് സുരക്ഷ നൽകുകയും ഒപ്പം തന്നെ വ്യോമാതിർത്തികളിൽ സമഗ്ര സംരക്ഷണം ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഇന്ത്യ 1980 വാങ്ങിയ 2008 ഇന്ത്യ റഷ്യ നിർബന്ധമായിട്ടുള്ള ഈ ഒരു സംവിധാനം S-400 ട്രയംഫ് എടുത്തത് 2018 അത് 1980 ഇത്തരത്തിൽ റഷ്യ ഇത് വികസിപ്പിച്ച് എടുക്കുന്നത്. അതാണ് നമ്മൾ 2018 ഇന്ത്യ നമ്മുടെ ഭാഗമാക്കുകയും ചെയ്ത് അത് ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നൂതന സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് തന്നെയാണ് ഈ പാക് നീക്കത്തെ നമ്മൾ പൂർണ്ണമായും ചെറുക്കുകയും ഒപ്പം തന്നെ തകർത്തെറിയുകയും ചെയ്തത് എന്നുള്ളത് തന്നെയാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം. ഒപ്പം തന്നെ ഇതിന്റെ പ്രധാനപ്പെട്ട കാര്യം ഈ നൂതന ദീർഘദൂര ഉപരിതല വിമാന മിസൈലാണ്. സംവിധാനത്തിലൂടെ അതിന്റെ പ്രതിരോധ ശേഷി ഗണ്യമായി വർദ്ധിപ്പിക്കാൻ സാധിക്കുകയും ചെയ്യും. അതിലൂടെയാണ് ഇത്തരത്തിൽ അതിർത്തി രാജ്യങ്ങളിൽ നിന്ന് നമ്മുടെ രാജ്യത്തിലേക്ക് വരുന്ന ഇത്തരത്തിലുള്ള മിസൈലുകൾ അത് നമ്മുടെ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തിരിച്ചറിഞ്ഞുകൊണ്ട് ആകാശത്ത് വെച്ച് തന്നെ ഈ മിസൈലുകൾ തകർത്തെറിയുക എന്നുള്ളൊരു